ഇന്ന് നമ്മുടെ സ്കൂൾ തുറക്കുന്ന ദിവസമാണല്ലേ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. കുറേ കാലത്തിന് ശേഷം നമ്മൾ സ്കൂളിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുള്ള് വൈബിലും കാര്യങ്ങളായിരിക്കും നിങ്ങളെന്നറിയാം. അപ്പോൾ ഇന്നൊരു ഹാപ്പി ന്യൂസ് കൂടെ മിസ്സിന് പറയാനുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മുടെ സൈലത്തിൽ JEEക്ക് 3rd റാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് JEE മിസ്സേ, എനിക്ക് അതിനെപ്പറ്റി അറിയില്ലല്ലോ എന്നല്ലേ. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വലിയ വലിയ മക്കളാവുന്ന സമയത്ത് ഓരോരോ ആഗ്രഹങ്ങളായിരിക്കും അല്ലേ. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെ പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഇപ്പം തന്നെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ പാരൻസും നിങ്ങളുടെ ടീച്ചേഴ്സും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ്, ഭാവിയിൽ എൻ്റെ മക്കൾക്ക് എന്താണ് ആവേണ്ടത്. അപ്പോൾ നമ്മളിന്ന് ആലോചിക്കും, ശരിയാണല്ലോ, എന്താണ് ആവേണ്ടത്. അപ്പോൾ ഈ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ഒക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് വലിയ വലിയ എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നീറ്റ്, JEE പോലെയുള്ള എക്സാമുകളുണ്ട്. +1 +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്താലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ് ഈ JEE എന്ന് പറയുന്നത്. അതിൽ 3ാമത്തെ റാങ്ക് നമ്മുടെ സൈലത്തിലെ മക്കൾക്കാണ് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഭയങ്കര ഹാപ്പി ന്യൂസുകളുടെ മക്കളെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതേപോലെ നിങ്ങളുടെ പേരും കുറേ കാലത്തിന് ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബൈ ചാൻസ് പാരൻസ് ആണിത് കാണുന്നുണ്ടെങ്കിലും അല്ല നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ് കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഉഷാറായി തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങളെ കണ്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി മിസ് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളി ആവട്ടെ. പുതിയൊരു അക്കാഡമിക് ഇയർ ആണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള എക്സാമുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് മിടുക്കരായിട്ട് മാർക്ക് വാങ്ങിക്കാൻ ഭാവിയിലും പറ്റട്ടെ. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്.